ബി.ജെ.പിയിൽ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇനി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന 54-കാരൻ്റെ പേര് കൂടി ഉത്തരമായി വരും. മഹാരാഷ്ട്ര പോലെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്ത് മൂന്നാം ഊഴത്തിലും ബി.ജെ.പിക്കുള്ളിൽ ഫഡ്നാവിസിൻ്റെ പേരിന് കാര്യമായ എതിർസ്വരം ഉണ്ടായില്ല. വമ്പന്മാർ വാഴുന്ന നാടാണ് മഹാരാഷ്ട്ര. ബി.ജെ.പിയിൽ അത്തരത്തിൽ നേതാക്കൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാട്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഫഡ്നാവിസിൻ്റെ പേര് ഐകകണ്ഠ്യേന തീരുമാനിക്കുന്നത്. എന്താവും ഫഡ്നാവിസിനെ ഇങ്ങനെ അനായാസമായി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ച കാരണങ്ങൾ? ഇതിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की 2014 മുഖ്യമന്ത്രിയാവുമ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസിന് പ്രായം 44 മാത്രം. ഇതിലും കുറഞ്ഞ പ്രായത്തിൽ മഹാരാഷ്ട്രയിൽ ഒരാൾ മാത്രമേ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. 38-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ മഹാരാഷ്ട്ര കണ്ട എക്കാലത്തെയും ഏറ്റവും തന്ത്രജ്ഞനായ നേതാവ് ശരത് പവാർ. അതേ ശരത് പവാറിൻ്റെ ചാണക്യ തന്ത്രങ്ങൾ പൊളിച്ചടുക്കിയാണ് ഇക്കുറി ഞെട്ടിക്കുന്ന വിജയം ഫഡ്നാവിസ് സ്വന്തമാക്കിയത്. അങ്ങനെയുള്ള ഫഡ്നാവിസ് ഇപ്പോൾ 54-ാം വയസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മൂന്നാം ഊഴത്തിൽ എത്തി നിൽക്കുന്നു. 2014 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അന്ന് ബി.ജെ.പിയുടെ മഹാരാഷ്ട്ര പ്രസിഡന്റായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന 44-കാരൻ്റെ പേര് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. ഇന്നിപ്പോൾ മറിച്ചൊരു പേര് നിർദ്ദേശിച്ചാൽ മാത്രമേ ആളുകൾ അത്ഭുതപ്പെടൂ എന്നതായി അവസ്ഥ. എന്താവും അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ എതിരാളികളില്ലാത്ത നേതാവ് എന്ന നിലയിലേക്ക് എത്തിച്ച ആ 6 കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹാട്രിക് വിജയം എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. 2014, 2019, 2024 ഈ 3 തവണയും ബി.ജെ.പി മുന്നണിക്ക് വിജയം ഉറപ്പാക്കാൻ ഫഡ്നാവിസിന് കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഇടയ്ക്ക് വെച്ച് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും മത്സരിച്ച മുന്നണി ശിവസേനയും ബി.ജെ.പിയും ചേർന്നായിരുന്നു. അവർക്കായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ ബി.ജെ.പി മുന്നണി വിട്ട ശിവസേനയെയും അതിന് കളമൊരുക്കിയ എൻ.സി.പിയെയും നെടുക പിളർത്തി ഭരണം തിരിച്ചുപിടിച്ച തന്ത്രജ്ഞതയാണ്. എങ്ങനെയാണോ ബി.ജെ.പിക്ക് അടി നൽകിയത് അതിന് തിരിച്ചടി അതിവിദഗ്ധമായി തന്നെ നൽകി. ഈ 2 പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഉദ്ധവ് താക്കറെയ്ക്കും അതോടൊപ്പം തന്നെ ശരത് പവാറിനും അവർക്ക് സ്വന്തം പാർട്ടിയുടെ പേരും ചിഹ്നവും കൊടിയുമടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. ആ നേതാക്കളെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് അവിടുത്തെ മഹാഭൂരിപക്ഷം പേരെയും സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനും സർക്കാർ രൂപീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ബി.ജെ.പി വലിയ പാർട്ടിയായി നിൽക്കുന്നു. അവിടെ ചെറിയ പാർട്ടി മാത്രമാണ് ശിവസേന. ആ ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ ആ ഏക്നാഥ് ഷിൻഡെക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുവാൻ നേരത്തെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് ആദ്യം തയ്യാറായില്ലെങ്കിലും ദേശീയ നേതൃത്വം നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി എന്നുള്ളതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം. മുൻ മുഖ്യമന്ത്രിയായ ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയായപ്പോൾ ഇനി ഷിൻഡെ ഫഡ്നാവിസ് പോരിൻ്റെ കാലമാവും എന്നായിരുന്നു പൊതുവിലയിരുത്തൽ. കാരണം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ മറ്റൊരാൾക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ്, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവുമായിരിക്കുന്നു. സ്വാഭാവികമാണ് അത്തരം തർക്കങ്ങൾ. പക്ഷേ ആ മുൻവിധികളെയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും തമ്മിൽ ഷിൻഡെയുമായി യോജിച്ചു പോകാൻ, പരസ്യമായിട്ട് പുറമേക്കെങ്കിലും യോജിച്ചു പോകാനും ഒന്നിച്ചാണ് മുന്നേറുന്നത് എന്ന തോന്നൽ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്താനും ഫഡ്നാവിസിന് കഴിഞ്ഞു. പക്വതയാർന്ന ആ സമീപനമാണ് പ്രധാനം. അഞ്ചാമത്തെ കാരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയിൽ നിന്ന് പഠിച്ച വെറും 6 മാസത്തിനുള്ളിലാണ് മഹാരാഷ്ട്രയിൽ മഹായുതിക്ക് മഹാവിജയം ഉറപ്പാക്കിയത്. ഏതെല്ലാം മേഖലയിലാണോ തിരിച്ചടിയുണ്ടായത് ആ മേഖലകൾ പഠിച്ചു. എതിരാളികളുടെ ശക്തിയും ദൗർബല്യവും പഠിച്ച് ഒരുപോലെ തന്ത്രങ്ങൾ മെനഞ്ഞ് അന്ന് വിട്ടുപോയ കർഷകരടക്കം ഉള്ളവരുടെ വോട്ട് ബാങ്ക് ഉറപ്പാക്കി, OBC വോട്ട് ബാങ്ക് ഉറപ്പാക്കി. അങ്ങനെ എവിടെയെല്ലാം തിരിച്ചടി നേരിട്ടോ അവിടെയെല്ലാം ഇടപെട്ട് കൃത്യമായ തന്ത്രങ്ങളിലൂടെ മഹാവിജയം ഒരുക്കിയ തന്ത്രജ്ഞത ഏറ്റവും പ്രധാനം തന്നെയാണ്. ആറാമത്തെ പ്രധാന കാരണം, ഒരേ സമയം തന്നെ RSS നേതൃത്വവുമായും ബി.ജെ.പി നേതൃത്വവുമായും നല്ല അടുപ്പം സൂക്ഷിക്കാൻ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന നേതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയാണ് യഥാർത്ഥത്തിൽ ഫഡ്നാവിസിന് ശരിക്കും പരീക്ഷണകാലം വരാൻ പോകുന്നത്. ഷിൻഡെ അനുനയിപ്പിച്ച് കൂടെ നിർത്തണം. ഫഡ്നാവിസ് ഷിൻഡെക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രി ആയതുപോലെ ഷിൻഡെ ഫഡ്നാവിസിന് കീഴിൽ അടങ്ങി ഒതുങ്ങി ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുമോ എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഒപ്പം തന്നെ ജനകീയ മുഖ്യമന്ത്രി, ജനപ്രിയ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏക്നാഥ് ഷിൻഡെ ഉണ്ടാക്കിയ വലിയ പ്രതിച്ഛായയുണ്ട്.
ഒപ്പം 24 മണിക്കൂറും തുടർച്ചയായി ജോലി ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ പ്രതിച്ഛായയുണ്ട്. ഇതിനെയൊക്കെ മറികടക്കുകയും വേണം. ഷിൻഡെയെ പിണക്കാതെ നിർത്തി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഈ വലിയ വെല്ലുവിളിക്ക് മുമ്പിലാണ് 54-കാരനായ ഇനിയും BJPയിൽ വലിയ രാഷ്ട്രീയ ഭാവി മുന്നിൽ കാണുന്ന ദേവേന്ദ്ര ഫട്നാവിസ് നിൽക്കുന്നത്.